Hello everyone, welcome to my YouTube channel My Easy Class. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ക്ലാസ് 5-ലെ SCRT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ആണ്. ദ ചെയിൻ ഓഫ് ലൈഫ് എന്നാണ് പാഠത്തിന്റെ പേര്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത് സബ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ഇത് കാണുമ്പോൾ കുറെ ആയിട്ട് തോന്നുമെങ്കിലും എല്ലാം ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്, പെട്ടെന്ന് കവർ ചെയ്ത് പോവാൻ സാധിക്കുന്ന കുഞ്ഞു ടോപ്പിക്കുകളാണ്. ഇതില് ഈ ഒരു ഫുഡ് കാർഡ് വരെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതില് ഫസ്റ്റ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റ് ആണ്. ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റില് പറയുന്ന കാര്യം എന്ന് പറയുന്നതാണ് ദർ ആർ മെനി ക്രീച്ചേഴ്സ് അറൌണ്ട് us who eat various kinds of food. അല്ലെ, നമുക്ക് ചുറ്റും ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ഓർഗാനിസം ഉണ്ട്. ഇവരെല്ലാരും പല കൈൻഡ് ഓഫ് ഫുഡാണ്, പല ടൈപ്പ് ഓഫ് ഫുഡുകളാണ് കഴിക്കുന്നത്. ഇപ്പൊ ഇവിടെ രണ്ട് ചോദ്യം കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണത്. വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? ഗോട്ട് എന്ന് പറയുമ്പോൾ ആട് കഴിക്കുന്ന മെയിൻ ഫുഡ് എന്താണ്? എന്തൊക്കെ ഫുഡുകളാണ് ഒരു ആട് കഴിക്കുന്നത്? ഗ്രാസ് കഴിക്കും. അതുപോലെ എന്താണ് ഈ ഫിഗറിൽ കൊടുത്ത പോലെ ലീഫ് കഴിക്കുന്നുണ്ട്, ഗ്രെയിൻസ് കഴിക്കുന്നുണ്ട്, പുല്ലുകളും ഇലകളും ധാന്യങ്ങളും എല്ലാം ഈ പറഞ്ഞ ഗോട്ട് കഴിക്കുന്നതാണ്. അതുപോലെ പ്ലാന്റ് പാർട്സ് കഴിക്കുന്ന മറ്റ് ക്രീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് അതർ ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്സ്? പ്ലാന്റിന്റെ ഓരോ പാർട്സുകൾ കഴിക്കുന്ന മറ്റ് ക്രീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഹെർബിവോർസ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആരൊക്കെയാണ്? ഡിയർ, അതുപോലെ റാബിറ്റ്, ഗോട്ട്, കൗ, ഷീപ്പ്, ഗ്രാസ് ഹോപ്പർ, എലിഫന്റ്. ഇവരെല്ലാം പ്ലാന്റ്സിന്റെ പല ഭാഗങ്ങൾ കഴിക്കുന്നതാണ്. അപ്പോ ഇനി ഇതിൽ പറയുന്ന കാര്യം, ഈ ഒരു ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റിൽ പറഞ്ഞു വെക്കുന്നത് ഇതാണ്. ഒരുപാട് ക്രീച്ചേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. ആ പല ക്രീച്ചേഴ്സും പല വെറൈറ്റി കൈൻഡ്സ് ഓഫ് ഫുഡുകളാണ് കഴിക്കുന്നത്. ഇപ്പൊ ലയൺ കഴിക്കുന്ന ഫുഡല്ല ഗോട്ട് കഴിക്കുന്നത്, ഗോട്ട് കഴിക്കുന്ന ഫുഡല്ല ഫ്രോഗ് കഴിക്കുന്നത്. അപ്പൊ ഓരോ ക്രീച്ചേഴ്സും പല ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡാണ് കഴിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് എവറി ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ സം അതർ ഓർഗാനിസം. അല്ലെ, ഓരോ ക്രീച്ചേഴ്സും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേറെ പല ഓർഗാനിസത്തിനെയാണ് കഴിക്കുന്നത്, ഫീഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു കൊക്ക് ഈ ഒരു പോണ്ടിൽ നിൽക്കുകയാണ് അല്ലെ. ഈ ഒരു കൊക്ക് എന്തായിരിക്കും കഴിക്കുന്നുണ്ടാവുക? ഈ പോണ്ടിന്റെ ഉള്ളില് സ്മോൾ ഫിഷുകൾ അതിന് കഴിക്കാം അല്ലെ. അപ്പോ അതുപോലെ തന്നെ ആ സ്മോൾ ഫിഷുകൾ എന്തിനാ കഴിക്കുന്നുണ്ടാകും? അതേ പോണ്ടിൽ തന്നെയുള്ള കുഞ്ഞു കുഞ്ഞ് ഗ്രീൻ പ്ലാന്റ്സുകൾ ഉണ്ടായിരിക്കും. ആ പ്ലാന്റ്സിന് ചിലപ്പോ ആ സ്മോൾ ഫിഷുകൾ കഴിക്കും. ഇനി ആ അതേ പോണ്ടിൽ തന്നെയുള്ള ലാർജ് ഫിഷ് ആരിനെ ഫീഡ് ചെയ്യുന്നുണ്ടാവും? ലാർജ് ഫിഷ് കഴിക്കുക, അതില് സ്മോൾ ഫിഷിനെ ആയിരിക്കും. ട്രെയിൻ കഴിക്കുക, അതില് ഫിഷുകളെ ആയിരിക്കും. അപ്പോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എവറി ക്രീച്ചേഴ്സ് ഓഫ് ഫീഡ്സ് ഓൺ സം അതർ ഓർഗാനിസം. എവറി ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ സം അതർ ഓർഗാനിസം. സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. ചെറിയ മീനുകള് പ്ലാന്റ്സിനെ ആയിരിക്കും കഴിക്കുക. ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്. ലാർജ് ആയിട്ടുള്ള ഫിഷ് ആരെ കഴിക്കും? അതിനേലും വലുപ്പം കുറഞ്ഞ സ്മോൾ ഫിഷുകളെ കഴിക്കും. ദെൻ ക്രെയിൻസ് ഫീഡ് ഓൺ ഫിഷസ്. ക്രെയിൻസ് ആരെയാ കഴിക്കുക? ഫിഷസിനെ കഴിക്കും. ഇത്രയാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. ദെൻ ഇവിടെ കൊടുത്തേക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഒരു ചോദ്യമാണ്. കംപ്ലീറ്റ് ദ ഇലിസ്ട്രേഷൻ ബൈ ആഡിങ് അതർ ക്രീച്ചേഴ്സ് ഇൻ ദ ഫീൽഡ്. ഈ ഒരു കൊടുത്തിരിക്കുന്നതിൽ മറ്റ് ക്രീച്ചേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഇലിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു വൈറ്റ് ബോക്സിൽ കൊടുത്തേക്കുന്നതാണ് നിങ്ങൾക്ക് ഫിൽ ചെയ്യാനുള്ളത്. പ്ലാന്റ്സ്. പ്ലാന്റ്സിനെ കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ക്രീച്ചേഴ്സ് ആണ് പ്ലാന്റ്സിനെ കഴിക്കുക? സ്മോൾ ഫിഷിനെ പ്ലാന്റ്സിനെ കഴിക്കാം, ഗ്രാസ് ഹോപ്പർ കഴിക്കും, വേംസ് കഴിക്കും. ഇവരെല്ലാം പ്ലാന്റ്സിനെ ഫീഡ് ചെയ്യുന്നവരാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ലാർജ് ഫിഷ് ആണ് സ്മോൾ ഫിഷിനെ കഴിക്കുക. അതുപോലെ ഫ്രോഗ് സ്മോൾ ഫിഷിനെ കഴിക്കുന്നതാണ് അല്ലെ. സ്മോൾ ഫിഷിനെ കഴിക്കുന്ന ആൾക്കാരാണ് ഇതില് ലാർജ് ഫിഷും ഫ്രോഗും. അതുപോലെ ലാർജ് ഫിഷിനെ കഴിക്കുന്നത് ആരാണ്? ക്രെയിൻ. അതുപോലെ ക്രെയിന് ഫ്രോഗിനെയും കഴിക്കാം. ഓക്കെ, അപ്പൊ ക്രെയിൻ ആരെല്ലാം കഴിക്കുന്നുണ്ട്? ലാർജ് ഫിഷിനെ കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രോഗിനെയും കഴിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു വേംസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ വേംസിന് ആരായിരിക്കും കഴിക്കുക? ക്രോ. കാക്കകളൊക്കെ പറന്നു പോയി ഒരു ഇരകളെ കഴിക്കുന്നില്ല, അതുപോലെ വേംസിനെ കഴിക്കുന്നത് ആരാണ്? വേംസിനെ കഴിക്കുന്നത് ക്രോ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് വെബ് ആണ്. ഫുഡ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിവിങ്
ബീങ്സ് എല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മറ്റൊരു ലിവിങ് ബീങ് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഫുഡിന് വേണ്ടിയിട്ട്. ആ ഒരു പോയിന്റ് ആണ് ഫുഡ് വെബ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഗ്രാസ്, ഈ ഗ്രാസ് കഴിക്കുന്നവരാണ് ആര്? ഗ്രാസ് ഹോപ്പേഴ്സ് എന്ന് പറയുന്നത്. ഗ്രാസ് ഹോപ്പറിന് ആര് കഴിക്കുന്നുണ്ട്? ഫ്രോഗ് കഴിക്കുന്നുണ്ട്, ലിസാർഡ് കഴിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ ലിസാർഡിന് ആര് കഴിക്കും? സ്നേക്ക് കഴിക്കും. ഫ്രോഗിനെയും സ്നേക്ക് കഴിക്കുന്നുണ്ട്, റാറ്റിനെ സ്നേക്ക് കഴിക്കുന്നുണ്ട്. ഇനി പറഞ്ഞ സ്നേക്കിന് ആര് കഴിക്കും? ഈഗിള് കഴിക്കും. അതുപോലെ ഫ്രോഗിന് ഈഗിള് കഴിക്കുന്നുണ്ട്. സോ ഓരോ ലിവിങ് ബീങ്സും മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫുഡിന് വേണ്ടിയിട്ടെന്നാണ് ഈ ഒരു ഫുഡ് വെബിൽ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ്, ഇവര് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു റിലേഷൻഷിപ്പിനെ പറയുന്നതാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ഇടയിലുള്ള ഒരു ഇന്റർ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഫുഡ് വെബ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നെക്സ്റ്റ് വരുന്നത് കോ എക്സിസ്റ്റൻസ് അറ്റ് ദ സീ. ഇപ്പൊ നമ്മൾ ഇവിടെ ലാൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഫിഗർ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതേപോലെ തന്നെ സീയിലും എന്തുണ്ട്? ഇങ്ങനെ ഒരു കോ എക്സിസ്റ്റൻസ് നടക്കുന്നുണ്ട്. ഇനി ഇതില് ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കണ്ടിട്ടുള്ളതാണ്. ഷാർക്ക്, അതുപോലെ സാർഡിൻ, സ്മോൾ ഫിഷ്, സീ ടർട്ടിൽ, പ്ലാങ്ക്ടൺ. ഇവിടെ പ്ലാങ്ക്ടൺ എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ മൈക്രോസ്കോപ്പിക് ഓർഗാനിസത്തിനെയാണ്. ഈ സീയിലും അതുപോലെ ഫ്രഷ് വാട്ടറിലൊക്കെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ചെറിയ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം, ഇവരാണ് പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്തെല്ലാമാണ് കഴിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവരുടെ ഫുഡ് എന്താണ്? ഷാർക്ക് ആരെല്ലാം കഴിക്കുന്നുണ്ട്? സ്ക്വിഡിനെ കഴിക്കുന്നുണ്ട്, ഫിഷ് കഴിക്കുന്നുണ്ട്, സീ ടേർട്ടിലിനെ കഴിക്കും. അതുപോലെ സാർഡൈൻ്റെ ഫുഡ് എന്ന് പറയുന്നതാണ് സ്മോൾ ഫിഷും ഈ പറഞ്ഞ പ്ലാങ്ക്ടൺ. ദെൻ സ്മോൾ ഫിഷിന് സ്മോൾ ഫിഷ് കഴിക്കുന്നത് പ്ലാങ്ക്ടനെയാണ്. അതുപോലെ സീ ടർട്ടിൽ കഴിക്കുന്നത് പ്ലാന്റ് പാർട്സ്, ഫിഷുകളൊക്കെയാണ് കഴിക്കുക. ഓക്കെ, അതുപോലെ നമ്മുടെ സ്മോൾ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആയിട്ടുള്ള നമ്മുടെ പ്ലാങ്ക്ടൺ കഴിക്കുന്നതാണ് സ്മോൾ ഗ്രീൻ പ്ലാന്റ്സിന്. ഇതാണ് നമ്മളുടെ ഈ ഒരു സീയിലുള്ള അവരുടെ ഫുഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സീയിൽ ജീവിക്കുന്ന ഓരോ ക്രീച്ചേഴ്സിന്റെയും ഫുഡിന്റെ റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഫുഡാണ് നമ്മൾ ഈ ഒരു കോ എക്സിസ്റ്റൻസ് അറ്റ് ദ സീ എന്ന് പറയുന്ന പോർഷനിൽ പറഞ്ഞത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർ സർവൈവൽ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ആണ്. ഇതില് നിങ്ങൾ ഈ കാണിച്ചേക്കുന്ന ഒരു പിക്ചർ നോക്കാം. ഇവിടെ ഒരു പോണ്ടിന്റെ ഒരു ഹാബിറ്റാറ്റ് ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വാട്ടർ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്താണ്, കുറെ എക്വാട്ടിക് പ്ലാന്റ്സുകൾ ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ഡക്ക് ഉണ്ട്, ഫിഷ് ഉണ്ട്, സ്ക്വിറൽ ഉണ്ട്, സ്നേക്കിനെ കാണാം, ബട്ടർഫ്ലൈസ് ഉണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ ഈ ഒരു ഹാബിറ്റാറ്റിൽ കാണാം. ചോദ്യം വരുന്നത് ഇതാണ്: വാട്ട് കോമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? ഫിഷിന് സർവൈവ് ചെയ്യണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ എന്തെല്ലാം കോമ്പൗണ്ട്സ് ആണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത് എന്നാണ്. തീർച്ചയായും ഫിഷിന് ജീവിക്കണമെങ്കിൽ വാട്ടർ വേണം, അല്ലെ? വാട്ടർ നിർബന്ധമാണ്. അതേപോലെ തന്നെ അവർക്ക് കഴിക്കണമെങ്കിൽ എന്തെല്ലാം ആവശ്യമാണ്? എക്വാട്ടിക് പ്ലാന്റ്സ്. ഇപ്പൊ സ്മോൾ ഫിഷ് ആണെങ്കിൽ അവർക്ക് എക്വാട്ടിക് പ്ലാന്റ്സിനെ വേണം. കുഞ്ഞു വേംസ് ഉണ്ടെങ്കിൽ വേംസിനെ വേണം. പിന്നെ വാട്ടറിന്റെ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഓക്സിജൻ. ശ്വസിക്കാൻ ഓക്സിജൻ വേണം. അതുപോലെ സൺലൈറ്റ് വേണം. പിന്നെ വേണ്ട ഒരു കാര്യമാണ് ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ. അവർക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ടെമ്പറേച്ചർ അവിടെ വേണം. ഒത്തിരി ചൂടും അതുപോലെ വളരെയധികം തണുപ്പൊന്നും ഒരുപാട് മീനുകൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ അവിടെ വേണം. ഈ കാര്യങ്ങളാണ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സൺലൈറ്റ് വേണം, എക്വാട്ടിക് പ്ലാന്റ്സ് വേണം, വാട്ടർ വേണം, ഓക്സിജൻ വേണം, വേംസിന് വേണം, ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ വേണം. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഫിഷിന് ഈ ഒരു ഹാബിറ്റാറ്റിൽ സർവൈവ് ചെയ്യാൻ വേണം. നെക്സ്റ്റ് വരുന്നത് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു പിക്ചർ. ഈ പിക്ചർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു പിക്ചർ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്: കാറ്റഗറൈസ് ആൻഡ് ലിസ്റ്റ് ദ കോമ്പോണൻസ് ഓഫ് ദ പോണ്ട്. പോണ്ടിലുള്ള ഓരോ കോമ്പൗണ്ടുകൾ ഉണ്ട് അല്ലെ, കോമ്പോണൻസ്. ഈ കോമ്പോണൻസിനെ കാറ്റഗറൈസ് ചെയ്യാൻ, തരംതിരിക്കാനാണ് പറയുന്നത്. എന്തായിട്ടാണ് തരംതിരിക്കേണ്ടത്? ലിവിങ് തിങ്സ് ആയിട്ടും നോൺ ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സ് എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കളെയാണ് നമ്മൾ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് നോൺ ലിവിങ് തിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ജീവൻ ഇല്ലാത്ത വസ്തുക്കൾ.
ഇവിടെ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഫ്രോഗിനെ കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ സ്നേക്ക് ഉണ്ട്, ഫിഷ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ഡക്ക് ഉണ്ട്, ക്രെയിൻ ഉണ്ട്, ടോട്ടോയ്സ് ഉണ്ട്, ക്രാബ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് അല്ലെ. ഇവരെല്ലാം ലിവിങ് തിങ്സ് ആണ്. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാം ലിവിങ് തിങ്സ് ആണ്, ജീവനുള്ള വസ്തുക്കളാണ്. ഇനി അതുപോലെ നോൺ ലിവിങ് തിങ്സ്, ഈ ഒരു ഫിഗറിൽ നിങ്ങൾ കാണുന്ന ജീവനില്ലാത്ത വസ്തുക്കൾ ആരൊക്കെയാണ്, അതാണ് അടുത്തത് എഴുതേണ്ടത്. തീർച്ചയായും വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, സ്റ്റോൺ ഉണ്ട്, സാൻഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നോൺ ലിവിങ് തിങ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ലിവിങ് തിങ്സും അതുപോലെ തന്നെ നോൺ ലിവിങ് തിങ്സും രണ്ട് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറഞ്ഞു, നമ്മളത് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു ഫിഷ് ഉണ്ടല്ലോ, ഈ ഫിഷിന് ജീവിക്കണമെങ്കിൽ എന്താവശ്യമാണ്? വാട്ടർ ആവശ്യമാണ് അല്ലെ. അപ്പൊ ഫിഷ് എന്ന് പറയുന്നത് എന്താ, ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഫിഷ് ബിലോങ്സ് ടു ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സിലാണ് ഫിഷ് വരുന്നത്. അതുപോലെ ഫിഷിന് ജീവിക്കണമെങ്കിൽ തീർച്ചയായും വെള്ളം വേണം, അതുപോലെ എയർ വേണം. ഈ വെള്ളം എന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നതും എയർ എന്ന് പറയുന്നതും ഏതിലാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്? നോൺ ലിവിങ് തിങ്സിലാണ് അല്ലെ. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും, ഒരു ലിവിങ് തിങ്സിന് സർവൈവ് ചെയ്യണമെങ്കിൽ തീർച്ചയായും ഒരു നോൺ ലിവിങ് തിങ്സ് ആവശ്യമാണ്. ലിവിങ് തിങ്സിന് സർവൈവ് ചെയ്യണമെങ്കിൽ തീർച്ചയായും അവർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നോൺ ലിവിങ് തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ. ലിവിങ് തിങ്സ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ബൈ ഡിപ്പെൻഡിങ് ഓൺ നോൺ ലിവിങ് തിങ്സ്. നേരത്തെ അതേ ഒരു പിക്ചർ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ലിവിങ് തിങ്സിന് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, നിലനിന്ന് പോകണമെങ്കിൽ അവർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്തിനെ ആശ്രയിക്കുന്നുണ്ട്? നോൺ ലിവിങ് തിങ്സിനെ ആശ്രയിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നും കൂടി മുന്നത്തെ ഈ ഒരു പടം കാണിച്ചു തരാം. ഇതില് ഫിഷ് എന്ന് പറയുന്ന ഒരു ലിവിങ് തിങ്സിന് നിലനിന്ന് പോകണമെങ്കിൽ അവർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വാട്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ എയർ എന്ന് പറയുന്ന ഈ നോൺ ലിവിങ് തിങ്സിന്. ഫിഷ് എന്ന് പറഞ്ഞ ലിവിങ് തിങ്സിന് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അവര് നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള വാട്ടർ, എയർ എന്നിവയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Okay, so the living things can exist only by depending on non-living things. Then every living things has a suitable habitat. അതായത് ഇപ്പൊ നമ്മൾക്ക് ഓരോ വീടില്ലേ, അതുപോലെ ഓരോ ലിവിങ് തിങ്സിനും ജീവിക്കണമെങ്കിൽ അവർക്ക് അതിൻ്റെതായ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് ഉണ്ട്, ഒരു താമസ സ്ഥലമുണ്ട്. കുറച്ച് ഹാബിറ്റാറ്റുകളുടെ എക്സാമ്പിൾ ആണ് നിങ്ങൾ താഴെ കാണുന്നതും താഴെ നമ്മൾ കൊടുത്തേക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കൊടുത്തേക്കുന്ന 4 ഹാബിറ്റാറ്റുകളാണ്. ഒന്നാമത്തേതാണ് ഗ്രാസ് ലാൻഡ്, ഒരുപാട് പുല്ലുകളൊക്കെ ഉള്ള ഒരു ഏരിയ. രണ്ടാമത്തേത് ഡെസേർട്ട്, പുല്ലുകളൊന്നും വളരെ കുറവായിരിക്കും അവിടെ, അതുപോലെ വളരെ ചൂടുള്ള ഒരു ഏരിയ ആണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ഡെസേർട്ടിൽ കാണുന്ന ഒരു അനിമൽ ഏതാണ്? ക്യാമൽ. ക്യാമലിനെ നമുക്ക് ഡെസേർട്ടിൽ കാണാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മാൻഗ്രൂവ്, കണ്ടൽ കാടുകളാണ് മാൻഗ്രൂവ്സ് എന്ന് പറയുന്നത്. ദെൻ വരുന്നത് പോളാർ റീജിയൻ. പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ ഒരുപാട് തണുവുള്ള ഏരിയ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു അനിമലിനെ കൊടുത്തത് കാണാലോ, ഇതാണ് പോളാർ ബെയർ എന്ന് പറയുന്നത്. പോളാർ ബെയറിന് ഒരിക്കലും വേറെ, ഇപ്പൊ ഡെസേർട്ടിൽ ഒരു പോളാർ ബിയറിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ പോളാർ ബിയറിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് പോളാർ റീജിയൻ ആണ്. അതുപോലെ ക്യാമലിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഡെസേർട്ട് ആണ്. അപ്പൊ ഓരോ ലിവിങ് തിങ്സിനും അവരുടേതായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹാബിറ്റാറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റ് കുറച്ച് ഹാബിറ്റാറ്റുകളുടെ എക്സാമ്പിൾ ആണ് പാഡി ഫീൽഡ്, ഓഷ്യൻ. പാഡി ഫീൽഡ് എന്ന് പറയുമ്പോൾ പാടം, അതുപോലെ ഓഷ്യൻ, പോണ്ട്, സേക്രഡ് ഗ്രൂവ്. സേക്രഡ് ഗ്രൂവ് എന്ന് പറയുമ്പോൾ കാവുകൾ, പാമ്പും കാവ്, അങ്ങനത്തെ കാവുകളിനെയാണ് സീക്രഡ് ഗ്രൂവ്സ് എന്ന് പറയുന്നത്. ദെൻ മൗണ്ടെയിൻ, മലകളൊക്കെയുള്ള ഏരിയ ആണ് മൗണ്ടെയിൻ. ദെൻ വെറ്റ് ലാൻഡ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനിയും ഉണ്ട് ഒരുപാട് ഹാബിറ്റാറ്റ്. നിങ്ങൾ എക്സാമിനൊക്കെ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 6 or 7 ഒരു ഹാബിറ്റാറ്റുകളെ പഠിച്ചു വെച്ച് പോവാം. ഓക്കെ, സോ ഇതാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ലിവിങ് തിങ്സിനും നിലനിന്ന് പോകണമെങ്കിൽ, അവർക്ക് നിലനിൽക്കണമെങ്കിൽ അവർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നോൺ ലിവിങ് തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ ലിവിങ് തിങ്സിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹാബിറ്റാറ്റും ഉണ്ട്. ഓക്കെ, ഈ ഒരു കാര്യമാണ് ഹാബിറ്റാറ്റിൽ പറയുന്നത്.
പിന്നെ കുറച്ച് ഹാബിറ്റാറ്റുകളുടെ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഫുഡ് കാർഡ് എന്നാണ് പറയാം. ഫുഡ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്രീച്ചേഴ്സും കഴിക്കുന്ന ഫുഡുകൾ ഒരു കാർഡ് രൂപത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന 2 ഫുഡ് കാർഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ക്രീച്ചർ എന്ന് പറയുന്നത് ക്രോ ആണ്. ക്രോ കഴിക്കുന്ന ഫുഡാണ്. ക്രോ എന്തിനൊക്കെ കഴിക്കുന്നുണ്ട്? കുഞ്ഞു കുഞ്ഞു ക്രീച്ചേഴ്സിന്, ജീവികളെ കഴിക്കുന്നുണ്ട്. അപ്പൊ സ്മോൾ ക്രീച്ചേഴ്സ്. ദെൻ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്, ഗ്രെയിൻസ് കഴിക്കുന്നുണ്ട്, ഫുഡ് വേസ്റ്റുകൾ ക്രോ കഴിക്കുന്നുണ്ട്, റിമൈൻസ് ഓഫ് ഡെഡ് ഓർഗാനിസം. ഓക്കെ, ചത്തുപോയ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിനെ കൊത്തിപ്പറക്കുന്നത് നിങ്ങൾ കാണാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ക്രോ എന്ന് പറയുന്ന ഒരു ക്രീച്ചറിന്റെ ഫുഡ്. സോ ദിസ് ഈസ് ഫുഡ് കാർഡ് ഓഫ് ക്രോ. നെക്സ്റ്റ് ഗോട്ടിന്റെ ഫുഡ് കാർഡ് ആണ്. ഗോട്ടിന്റെ ഫുഡ് കാർഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാ വരുന്നത്? ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്, ഇതൊക്കെയാണ്. അതുപോലെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് 2 വേറെ സെപ്പറേറ്റ് കൊടുക്കാം, റാബിറ്റിന്റെയും കാറ്റിന്റെയും. റാബിറ്റ് കഴിക്കുന്നതാണ് ഗ്രാസ്, ഹേ ആൻഡ് വെജിറ്റബിൾസ്. ക്യാരറ്റ് ഒക്കെ കഴിക്കുന്നത് കണ്ടിട്ടില്ലേ റാബിറ്റ്? അതുപോലെ കാറ്റ് കഴിക്കുന്നതാണ് ഫിഷ്, ഇൻസെക്ട്, റാറ്റ്, ലിസാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിച്ചേക്കുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഫുഡ് ഹാബിറ്റേറ്റ് പഠിച്ചു. എന്താണ് ഫുഡും അതുപോലെ തന്നെ ഹാബിറ്റേറ്റ്, ഓരോ ക്രീച്ചേഴ്സിന്റെയും കഴിക്കുന്ന ഫുഡുകളും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഓരോ ക്രീച്ചേഴ്സും മറ്റ് ഓർഗാനിസത്തിന് ഫീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു ഇലസ്ട്രേഷൻ നമ്മൾ ഫിൽ ചെയ്തു. ദെൻ ഫുഡ് വെബ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഓരോ ലിവിങ് ബീങ്സും മറ്റ് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫുഡിന് വേണ്ടിയിട്ട്. അവർ തമ്മിൽ ഉള്ള ആ ഒരു ഇന്റർ റിലേഷൻഷിപ്പിനെയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ സീയിൽ കാണുന്ന കോ എക്സിസ്റ്റൻസ്, ഷാർക്ക്, സാർഡെയിൻ, സ്മോൾ ഫിഷ്, സീ ടേർട്ടിൽ, ഇവരുടെ എല്ലാം ഫുഡ് എന്താണെന്നും പ്ലാങ്ക്ടൺ എന്താണെന്നും പഠിച്ചു. നെക്സ്റ്റ് സർവൈവ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം ആവശ്യമാണെന്ന് പറഞ്ഞു. അതിന്റെ ബേസിസിൽ നമുക്ക് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, ജീവനുള്ള വസ്തുക്കളെയും ജീവനില്ലാത്ത വസ്തുക്കളെയും നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തു. ദെൻ ഓരോ ജീവനുള്ള വസ്തുക്കളും നിലനിന്ന് പോകണമെങ്കിൽ അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ജീവൻ ഇല്ലാത്ത വസ്തുക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചു. ഓരോ ലിവിങ് തിങ്സിനും അവർക്ക് ജീവിക്കാൻ സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യമുള്ള ഒരു ഹാബിറ്റേറ്റ് ആവശ്യമാണ്. എവറി ലിവിങ് തിങ്സ് ഹാസ് എ സ്യൂട്ടബിൾ ഹാബിറ്റേറ്റ് എന്ന് പഠിച്ചു. കുറച്ച് ഹാബിറ്റേറ്റുകളുടെ എക്സാമ്പിൾ പഠിച്ചു. ദെൻ ലാസ്റ്റ് നമ്മൾ ഫുഡ് കാർഡ് പറഞ്ഞു. എന്താണ് ഫുഡ് കാർഡ്, എങ്ങനെ ഒരു ഫുഡ് കാർഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. സോ ഈ ഒരു വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ ചോദിക്കാവുന്നതാണ്. ഇതിന്റെ അടുത്ത ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.